സാബിറയുടെ ആ ഭാവം കണ്ട് മുജീബ് ഒന്ന് ഭയന്നു. എല്ലാവരും എന്നെപ്പോലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുമെന്ന് കരുതരുത്. അവൾ അത്രയും പറഞ്ഞ് ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി തൻ്റെ മുറിയിലേക്ക് ഓടി. മുറിയിലെത്തിയതും വാതിൽ അവൾ ശക്തിയിൽ അടച്ചു. എന്നിട്ട് ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നിരാശയോടെ മുജീബ് തിരിച്ചു റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും മുബീന ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. ഉള്ളിലുള്ള കള്ളത്തരം മറച്ചു പിടിച്ച് മുജീബ് ഒന്ന് ചിരിച്ചു. ആ സമയം മുബീന ചോദിച്ചു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എവിടെ പോകാനാ? ഒരാഴ്ച ഞാൻ ലീവ് എടുത്തത് തന്നെ നിന്നോടൊപ്പം സമയം ചെലവിടാൻ വേണ്ടിയല്ലേ? മുബീന അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഹണിമൂൺ പോയാലോ? എങ്ങോട്ട്? മുജീബ് ചോദിച്ചു. ഊട്ടിയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാ. പിന്നെ എവിടെ പോകാനാ? എവിടെയായാലും ഞാൻ ഹാപ്പിയാണ്. ഊട്ടിയിൽ തന്നെ ആയാലും കുഴപ്പമില്ല. മുജീബിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അവിടെ ഇപ്പോൾ കാലാവസ്ഥയും നല്ലതാണ്. ടൂർ പോകാനുള്ള കാശൊന്നും കയ്യിലില്ലെങ്കിലും അവനൊന്ന് മൂളി. തൽക്കാലം നജീബിനോട് കടം വാങ്ങാം. മുജീബ് മനസ്സിൽ കണക്ക് കൂട്ടി. ഹണിമൂൺ പോകുന്ന കാര്യം ഉമ്മയോട് പറയുന്നത് സാബിറ അടുക്കളയിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. കാശില്ലാത്തതുകൊണ്ട് നജീബിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കൊടുക്കാൻ ഉമ്മയോട് പറയുന്നത് കേട്ട് സാബിറക്ക് മുജീബിനോട് പുച്ഛം തോന്നി. 5 വർഷം മുമ്പ് താൻ ഇങ്ങോട്ട് വരുമ്പോൾ തനിക്കുമുണ്ടായിരുന്നു ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ. ഒരിക്കൽ പോലും എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. എന്നാലും പരാതി ഒന്നും പറയാതെ കിട്ടിയ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഇപ്പോൾ അതും അവസാനിച്ചു. സാബിറ സങ്കടത്തോടുകൂടി ഓർത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ മുജീബും മുബീനയും ഹണിമൂണിന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവരുടെ ആ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ സാബിറയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പോകുന്നത് കാണാൻ നിൽക്കാതെ അവൾ അടുക്കളയിൽ തന്നെ നിന്നു. അവൾക്ക് അവളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചവനാണ് മറ്റൊരു പെണ്ണിൻ്റെ കയ്യും പിടിച്ച് ഹണിമൂണിന് പോകുന്നത്. താൻ ഇങ്ങനെ ഒരു മനുഷ്യജീവി ഇവിടെ ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല. സങ്കടം സഹിക്കാനാവാതെ റൂമിലിരിക്കുന്ന സമയത്താണ് ഇത്താത്ത എന്നുള്ള നജീബിൻ്റെ വിളി കേട്ടത്. അവൾ എഴുന്നേറ്റ് തലയിലെ തട്ടം നേരെയാക്കി നജീബിൻ്റെ അടുത്തേക്ക് ചെന്നു. നജീബ് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഉമ്മ കണ്ടാൽ അത് മതി അടുത്ത പ്രശ്നത്തിന്. അതിന് ഉമ്മ ഇവിടെ ഇല്ല. മകൻ്റെയും മരുമകളുടെയും ഹണിമൂൺ കാര്യം ചർച്ച ചെയ്യാൻ പോയതാണ്. അടുത്തൊന്നും ഉമ്മയെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വന്നത് ഇത്താത്തയുടെ വിഷമം മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇത്താത്ത അനുസരിക്ക്. ഞാൻ വിവാഹം ചെയ്തോളാം. ഇത്താത്തയുടെ സമ്മതം മാത്രം മതി എനിക്ക്. മറ്റാരെയും പേടിക്കണ്ട. വിവാഹം കഴിഞ്ഞാൽ ഇത്താത്തയെ എൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയിക്കോളാം. ഇത്താത്ത ഒന്ന് സമ്മതിക്കുക. ഒന്നും വേണ്ട നജീബ്. നജീബിന് കിട്ടാനുള്ള നല്ലൊരു ജീവിതം ഞാനായിട്ടില്ലാതാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആവും പടച്ചവൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. സാബിറയുടെ ഉറച്ച തീരുമാനം കേട്ട് ഒന്നും പറയാനാവാതെ നജീബ് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ഉമ്മയെ കണ്ട് അവനൊന്ന് ഞെട്ടി. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് അവിടെ കണ്ടതും നബീസമ്മയുടെ സമനില തെറ്റി. അവർ നജീബിൻ്റെ നേരെ തിരിഞ്ഞു. അവൾ നിന്നെ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. നജീബ് എന്ത് പറയണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലായി. ഉമ്മ കരുതും പോലെ അല്ല. നീ മിണ്ടരുത്. നബീസുമ്മൻ മുജീബിനോടായി അലറി. എന്നിട്ട് വേഗം സാബിറയുടെ മുറിയിൽ കയറി. നജീബിന് തടയാനായില്ല. ഉമ്മയെ മുന്നിൽ കണ്ടതും സാബിറ ഭയന്ന് വിറച്ചു. നിന്റെ കയ്യിൽ നിന്നും എൻ്റെ ഒരു മോനെ രക്ഷിച്ചപ്പോൾ നീ എൻ്റെ രണ്ടാമത്തെ മോനെയും തട്ടിയെടുക്കാൻ നോക്കുകയാണോ? നീ ഇവിടെ നിന്നാൽ ഇവന് കിട്ടാനുള്ള നല്ല ജീവിതം പോലും ഇല്ലാതാവും. മച്ചിയാണെന്നറിഞ്ഞിട്ടും അവൻ അത് മതി എന്നും പറഞ്ഞ് നടക്കല്ലേ? നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. അത് കേട്ടതും എന്ത് പറയണമെന്നറിയാതെ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഉമ്മ ഞാൻ എങ്ങോട്ട് പോകും? അത് കേട്ടതും നബീസുമ്മ ഒരു ദയവുമില്ലാതെ അവളോട് പറഞ്ഞു, നീ എവിടുന്നാണോ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് തന്നെ. നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. അത് കേട്ടതും സാബിറ തകർന്നു പോയി. ശരിയാണ്, തന്നെ ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല. തൻ്റെ യൗവനത്തിൻ്റെ മാധുര്യമെല്ലാം മുജീബിനോടൊപ്പം കൊഴിഞ്ഞു വീണു. തന്നെ ഇപ്പോൾ മുജീബിനും വേണ്ട. പുതിയ ഇണയുമായി ജീവിതം ആഘോഷിക്കുന്ന തിരക്കിലാണ് മുജീബ്. ഇനി ഇവർക്ക് ബുദ്ധിമുട്ടായി താനിവിടെ നിൽക്കാൻ പാടില്ല. അവൾ പോകാൻ തീരുമാനിച്ചു. ഈ സമയം നജീബ് നബീസുമ്മയോട് ചോദിച്ചു, ഉമ്മ ഇത്താത്ത എവിടെ പോകാനാ? ഉമ്മക്ക് അറിയില്ലേ ഇത്താത്തയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ? എന്ന് കരുതി അവളെ ഞാൻ ഇവിടെ നിർത്തണോ? നിനക്ക് അവളുടെ പിറകെ പോകാൻ വേണ്ടിയാണോ? അത് നടക്കില്ല. എത്രയും പെട്ടെന്ന് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങണം. സാബിറ തൻ്റെ സാധനങ്ങളെല്ലാം കണ്ണീരോടുകൂടി പെറുക്കി ബാഗിലാക്കി. ഇതേ സമയം നജീബ് അടുത്ത് വന്ന് വിളിച്ചു, സാരമില്ല നജീബ്. മുജീക്ക മറ്റൊരു വിവാഹം കഴിച്ച അന്ന് തന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങേണ്ടതായിരുന്നു. ഇനി ഒന്നും താങ്ങാനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല. അതുകൊണ്ട് ഇവിടം വിട്ടു പോകുന്നതാണ് നല്ലത്. അവളുടെ വാക്കുകൾ കേട്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ നജീബിന് സാധിച്ചുള്ളൂ.
സാബിറ തൻ്റെ ഡ്രസ്സും സാധനങ്ങളുമായി പുറത്തേക്കിറങ്ങി. ആ സമയം അവളുടെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. താൻ ആദ്യമായി മുജീബിൻ്റെ കയ്യും പിടിച്ച് ഈ വീട്ടിലോട്ട് വന്ന് കയറിയ ആ രംഗം അവൾ ഓർത്തു. കരഞ്ഞുകൊണ്ട് അവൾ ആ വീടിൻ്റെ പടി ഇറങ്ങി. 5 വർഷം മുമ്പ് മുജീബിൻ്റെ കയ്യും പിടിച്ച് ഈ വീട്ടിലോട്ട് വന്ന താൻ ഇന്ന് ഒറ്റയ്ക്ക് ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നു. തന്നെ ഇങ്ങോട്ട് കൈ പിടിച്ചു കൊണ്ടുവന്നവൻ ഇന്ന് പുതിയൊരു ലോകത്താണ്. തനിക്ക് ആരുമില്ല. അവൾ കണ്ണീരോടുകൂടി നടന്നു നീങ്ങി. മുജീബിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ സാബിറയ്ക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ എന്തു ചെയ്യും? മരിക്കണോ അതോ ജീവിക്കണോ? മരണം ഒന്നിനും ഒരു പ്രതിവിധി അല്ലല്ലോ, അവൾ ആലോചിച്ചു. പിന്നീട് അവൾ ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും മാമായുടെ വീട്ടിലേക്ക് പോകാം. മാമ എന്നെ കൈവിടില്ല. പക്ഷേ അമ്മായിയുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. സാരമില്ല, എൻ്റെ വിധി ഇതാണെന്ന് വിചാരിച്ച് സമാധാനിക്കാം. അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ മാമായുടെ വീട്ടിലേക്ക് കയറി ചെന്നു. സാബിറ ചെല്ലുമ്പോൾ അമ്മായി മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. സാബിറയെ കണ്ടതും അമ്മായിയുടെ മുഖമാകെ ഇരുണ്ടു. അവൻ വേറെ പെണ്ണ് കെട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ തോന്നി നീ കയറി വരുമെന്ന്. സാബിറയോട് ദേഷ്യത്തിൽ അമ്മായി പറഞ്ഞു. ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല, മരിക്കണമെന്ന് വിചാരിച്ച അവിടുന്ന് ഇറങ്ങിയത്. പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അത് കേട്ടതും അമ്മായി ദേഷ്യത്തോടെ പറഞ്ഞു, അല്ലെങ്കിലും കഴിവില്ലാത്ത പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കാത്തത് തന്നെയാണ് നല്ലത്. ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന മാമ, ആമിന നീ എന്താ അവളോട് പറയുന്നത്? മോള് വാ, ഒരാളുടെ വിശപ്പ് കൂടി മാറ്റാനുള്ള കഴിവ് ഇപ്പോൾ മാമാക്കുണ്ട്. മോള് അകത്തേക്ക് കയറി വാ. മാമ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഈ സമയം അമ്മായി വെളിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ വീട് പോലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ്. ബാങ്കുകാർ കൊണ്ടുപോകും. ഇവളെ കെട്ടിച്ചയച്ചതിൻ്റെ കണക്ക് കൂടി ഇതിൽ പെടും. അമ്മായിയുടെ സംസാരം കേട്ടതും സാബിറയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോള് വിഷമിക്കണ്ട, മോൾക്കറിയാലോ അവളുടെ സ്വഭാവം. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിറങ്ങാം. അവൾ പറയുന്നതൊന്നും മോൾ കാര്യമാക്കാൻ നിൽക്കണ്ട. മാമ അവളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് അവളുടെ ജീവിതം ദുരിതം തന്നെ ആയിരുന്നു. എന്നും അമ്മായിയുടെ ശാപവാക്കുകൾ കേൾക്കാറുണ്ട്. അവൾ അതൊന്നും കാര്യമാക്കാറില്ല. ആ വീട്ടിലെ മുഴുവൻ ജോലികളും അവൾ തന്നെ ചെയ്യുമായിരുന്നു. തൻ്റെ ഭർത്താവ് ഇന്ന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെയാണ് എന്നോർക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകുമായിരുന്നു. തനിക്ക് ഇതുപോലെ ഒരു വിധി സമ്മാനിച്ച ദൈവങ്ങളോട് പോലും അവൾക്ക് വെറുപ്പ് തോന്നിപ്പോയി. താൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്നിട്ടും പടച്ചവൻ തനിക്ക് എന്തിനീ വിധി തന്നു? അവൾ സ്വയം ചോദിച്ചു. ഒരു ദിവസം മാമ വെളിയിൽ നിന്ന് വന്നതും സാബിറയെ വിളിച്ചു. മോളെ, എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്, മാമ പറഞ്ഞു. എന്താ മാമ? മാമാക്ക് എന്നോട് പറയാനുള്ളത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. എത്രയൊന്നും അച്ഛാ മോളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ നിൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കിന് ഒരു വിലയും ഇല്ലാതായി പോയല്ലോ എന്ന എൻ്റെ വിഷമം. അത് കേട്ടതും സാബിറ, ഞാൻ മാമാക്ക് ഒരു ഭാരമാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം. അതിനെപ്പറ്റി ഞാൻ മാമാനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇത് കേട്ടതും മാമ ദേഷ്യത്തോടു കൂടി ചോദിച്ചു, മോൾ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ ഉള്ളപ്പോൾ മോള് ജോലിക്ക് പോകാനോ? ഞാൻ അതല്ല പറയാൻ വന്നത്. അത് കേട്ടതും സംശയത്തോടു കൂടി സാബിറ മാമാനെ നോക്കി. ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ട് നാളെ ഇതേ സമയത്ത്. നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിനെക്കുറിച്ച് 2 വരി അഭിപ്രായം എഴുതാൻ മറക്കല്ലേ.